ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പ്രഭാതത്തില് നമ്മൾ ധ്യാന വിഷയമാക്കുന്ന തിരുവചനം ഏശയ്യായുടെ പുസ്തകം 54:10. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, നിന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചേ. നമ്മുടെയൊക്കെ ജീവിതത്തില് ഈശോയൊക്കെ അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും എത്രയോ ഈസ്റ്ററുകളാ കടന്നുപോയത്. പക്ഷെ ഞാൻ ഇന്നിപ്പോഴും നിരാശയിലാണോ, ദുഃഖത്തിലാണോ, പരാജയത്തിലാണോ, തകർച്ചയിലാണോ കഴിയുന്നതെന്ന് ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉയർപ്പ് തിരുനാൾ കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഉയർപ്പ് ആഗതമാകേണ്ടിയിരിക്കുകയാണ്. പാപത്തിന്റെയും ലോകത്തിന്റെയും തകർച്ചയുടെയും പരാജയത്തിന്റെയും കല്ലറകളിൽ കുടുങ്ങി തകർന്ന് കിടക്കേണ്ടവരല്ല ഞാനും നീയും. പ്രിയമുള്ളവരെ, സാത്താനും ഈ ലോകവും പിശാചും നമ്മുടെ ബുദ്ധിയും ഒക്കെ നമ്മളോട് പറയും, നിനക്കിനി രക്ഷയില്ല, വീണ്ടെടുക്കാനാവാത്തത് നിന്റെ ജീവിതം നശിച്ചുപോയി, നീ ഇനി വിജയിക്കത്തില്ല, നിനക്കിന് മോചനം കിട്ടത്തില്ല, നിന്റെ ദുശീലങ്ങളിൽ നിന്ന് നിനക്ക് വിടുതൽ കിട്ടത്തില്ല, നിന്റെ വിവാഹം നടക്കാൻ ഇനി ബുദ്ധിമുട്ടാണ്, നിന്റെ ബന്ധം, ദാമ്പത്യ ബന്ധം പരാജയപ്പെട്ടിരിക്കുകയാണ്, നിനക്കിനി നിന്റെ നല്ല പ്രായമെല്ലാം കഴിഞ്ഞു, നിനക്കിനി കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഓർക്കണമേ, ഇവയൊന്നും ദൈവത്തിന്റെ ചിന്തകളല്ല. ഇതെല്ലാം നമ്മെ നയിക്കുന്നത് മരണത്തിലേക്കാണ്. അവയുടെ ഉറവിടം പിശാചിലും ലോകത്തിന്റെ അരുവിയിലുമാണ്. അതിനാൽ ഇത്തരം ചിന്തകൾ പരിപൂർണമായും ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, മരിച്ചവനായ യേശു ഉത്ഥാനം ചെയ്തു. കല്ലറയുടെ വാതിൽ തുറക്കപ്പെട്ടു, മരിച്ച ഈശോ ഉത്ഥാനം ചെയ്തു. യേശു മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും എനിക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടിയാണ്. നമ്മെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ കല്ലറകളെയും തകർക്കുവാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിന് ശക്തിയുണ്ട്. വിശ്വസിക്കണം. നമുക്കിനിയും ഉയർത്തെഴുന്നേൽപ്പിന് സാധ്യമാണ്. എത്ര തകർന്ന ജീവിതത്തെയും പരിശുദ്ധാത്മാവിന് പുനർനിർമ്മിക്കുവാനായിട്ട് സാധിക്കും. എത്ര ബലഹീനതയുള്ളവരെയും കർത്താവ് ഉപയോഗിക്കും. അതുകൊണ്ട് ഈ പ്രഭാതത്തില് ഒന്ന് ഉറപ്പിക്കണമേ, മനസ്സിനെ ഒന്ന് ഉറപ്പിക്കണമേ, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, കർത്താവ് നിന്നെ ഉപയോഗിക്കും. നിന്റെ കണ്ണുനീരും കഷ്ടപ്പാടും അവിടുന്ന് കണ്ടിട്ടുണ്ട്. തക്ക സമയത്ത് അവിടുന്ന് നിന്നെ സഹായിക്കും. മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ് ജീർണിച്ചു തുടങ്ങിയ ലാസറിന്റെ ശരീരം, ലാസറെ പുറത്തു വരിക എന്ന യേശുവിന്റെ ഒരൊറ്റ വാക്കുകളാൽ നവജീവൻ പ്രാപിച്ചു. ആമേൻ. അതുപോലെ നിന്റെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും പുതുജീവൻ പകരാൻ ദൈവമായ കർത്താവ് കാത്തിരിക്കുന്നു. കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ എല്ലാ നിരാശയും, എൻ്റെ ജീവിതത്തിലെ എല്ലാ പരാജയ അവസ്ഥകളെയും ഞാനത് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം പുതുക്കുന്ന പരിശുദ്ധാത്മാവിന് എൻ്റെ ജീവിതത്തെ ഇതാ വിട്ടുതരുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണാലും എഴുന്നേൽക്കും, കഴുകരെ പോലെ ചിറകടിച്ചു വരും എന്ന പ്രവാചകന്റെ, യെശയ്യാ പ്രവാചകന്റെ വചനം എൻ്റെ ജീവിതത്തിലും അനർത്ഥമാകട്ടെ. ആമേൻ. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.